നമ്മുടെ നാട്ടിൽ നിന്നും സ്പെയിനിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടാൻ എളുപ്പമാണോ? ഇത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രി. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ടെക്നിക്കലായിട്ടുള്ള ഒരു ഫീൽഡിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ, അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടെക്നിക്കൽ ഫീൽഡിൽ ആൾക്കാർ കുറവാണ്. സോ വേറെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആൾക്കാരെ ജോലി ചെയ്യാൻ എടുക്കുന്നുണ്ട്. 2, നിങ്ങളുടെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും ഇവിടെയും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. ചില കമ്പനികൾ ഫ്രഷേഴ്സിനെ പ്രിഫർ ചെയ്യത്തില്ല. അതേസമയം 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും ഇവിടെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. 3, നിങ്ങൾക്ക് സ്പാനിഷ് ഭാഷ അറിയാമെങ്കിൽ ഇവിടെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അത് നിങ്ങളുടെ ഫീൽഡും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ, മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഇംഗ്ലീഷ് തന്നെ മതിയാവുമായിരിക്കും. പക്ഷേ ഒരു ലോക്കൽ കമ്പനിയാണ്, പക്ഷേ ടെക്നിക്കൽ ഫീൽഡ് അല്ല, ബിസിനസ് ഫീൽഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പാനിഷ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്കിവിടെ ജോലി കിട്ടാനുള്ള സാധ്യത. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.